ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിന് വളരെ അടുത്തായിട്ടാണ്. ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈ കാണുന്ന വീട്ടിൽ നിന്നും വെറും 4.9 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. സീപോർട്ട് എയർപോർട്ട് റോഡിലേക്കും വളരെ ഈസി ആയിട്ട് എത്താം. ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ആക്സസ് ഒക്കെ ഞാൻ പറയാം. അപ്പോഴേക്കും നമുക്ക് വീട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ കണ്ടോളൂ. വീതിയുള്ള വഴി തന്നെയാണ്, വീതിയുള്ള റോഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ബസ് റൂട്ട് വളരെ അടുത്തായിട്ടാണ്. കുറച്ച് ബസ്സുകൾ കടന്നു പോകുന്ന ഒരു റൂട്ട് ഇവിടെ വളരെ അടുത്തായിട്ടുണ്ട്. 50 മീറ്റർ നമുക്ക് ഈ ഒരു വഴി അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ബസ്സുകൾ പോകുന്ന റൂട്ടുണ്ട്. മെയിൻ ജംഗ്ഷനിലേക്ക് വളരെ ഈസി ആയിട്ട് എത്താവുന്നതാണ്. ഇൻഫോ പാർക്കിലേക്ക് 4.9 കിലോമീറ്റർ ആണ്. കാക്കനാട് കളക്ടറേറ്റ് ആണ് മെയിൻ പോയിന്റ്. എല്ലാവർക്കും പറഞ്ഞാൽ അറിയാവുന്നത് അവിടെയാണ്. കളക്ടറേറ്റിലേക്ക് നമുക്ക് വെറും 4.8 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ 10 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 19 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. സ്കൂളുകൾ നോക്കുവാണെങ്കിൽ സീപോർട്ട് എയർപോർട്ട് റോഡിലുള്ള നൈപുണ്യ സ്കൂളിലേക്ക് വെറും 3.9 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിനടുത്തുള്ള ജംസ് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 5.4 കിലോമീറ്ററും മാർത്തോമ പബ്ലിക് സ്കൂളിലേക്ക് 2.7 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ഹോസ്പിറ്റൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സീപോർട്ട് റോഡിൽ തന്നെയുള്ള സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് 5.3 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 4.1 കിലോമീറ്ററും രാജഗിരിയിലേക്ക് 9.8 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആയിട്ട് എത്താവുന്നതാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങളും വളരെ അടുത്തായിട്ടൊക്കെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു വില്ല പ്രൊജക്റ്റിലുള്ള ഈ ഒരു വില്ലയുടെ വിശേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീടിന്റെ എലിവേഷൻ പറഞ്ഞ് ഞാൻ വീണ്ടും നിങ്ങളെ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകളും ടെക്സ്ചർ വർക്കുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബോക്സി ഷേപ്പ് വീടിന്റെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരേ ഷേപ്പ് വരുന്നുണ്ട്. ഷ്രിങ്കിൾസ് ആണ് അവിടെ വിരിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മതിൽ നിങ്ങൾ കണ്ടു, GA പൈപ്പിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ക്ലാഡിംഗ് സ്റ്റോൺസും ടെക്സ്ചർ വർക്കും ഒക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് ഗേറ്റ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വരുന്നത്. ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഈ ഭാഗം നമ്മുടെ മെയിൻ ഗേറ്റിന് ഫ്രണ്ട് വരെ മുകളിലുള്ള റൂഫിംഗ് വന്നിട്ടുണ്ട്. നമുക്ക് സേഫ് ആയിട്ട് ഈ റൂഫിങ്ങിന്റെ അടിയിൽ മഴയും വെയിലും ഒന്നും ഒട്ടും കൊള്ളാതെ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ചെയ്തിട്ട് അതിനകത്തൊക്കെ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ നേരെ കയറുന്ന സമയത്ത് മുറ്റം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലൊക്കെ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാർ ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. നല്ല സ്പേസ് ഉണ്ട്. ഒട്ടും നമുക്ക് വെയിലും മഴയൊന്നും കൊള്ളാതെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാം. ഇവിടെയായിട്ടാണ് EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് വരുന്നത്. ഒന്നാമത്തെ വെഹിക്കിൾ ഇവിടെയും, രണ്ടാമത്തെ കാർ നമുക്ക് ആ കാണുന്ന വലിയൊരു സ്പേസിലും പാർക്ക് ചെയ്യാം. രണ്ടാമത്തെ കാറും ഏകദേശം പകുതിയോളം നമുക്ക് നനയാതെ തന്നെ ഇടാനുള്ള ഒരു ഫെസിലിറ്റി കൂടി അവിടെ കിട്ടുന്നുണ്ട്. ഒന്നും രണ്ടും കാറുകൾ നമുക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ കാർ പാർക്കിങ്ങിന്റെ സൈഡിലൂടെ നോക്കുമ്പോൾ നമുക്ക് സെറ്റ് ബാക്ക് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നേരെ ചെല്ലുമ്പോൾ വർക്ക് ഏരിയ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ സൈഡിലൂടെ പോകുമ്പോഴും ആ ഭാഗത്തെ വോളുകളൊക്കെ നോക്കിയാൽ ക്ലാഡിംഗ് സ്റ്റോൺസും ഭംഗിയായിട്ടുള്ള ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ബാക്കിലേക്ക് പോകുമ്പോഴും അവിടെ വർക്ക് ഏരിയയുടെ മറ്റേ ഡോറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെയും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ഒക്കെയാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4.4 സെന്റ് 4,400 സെന്റ് ലാൻഡില് 2,350 സ്ക്വയർ ഫീറ്റില് 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. 2 പില്ലറുകൾ നിങ്ങൾക്ക് കാണാം. ഭംഗിയായിട്ട് ഡിസൈനിൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ ഒരു സ്പേസ് നോക്കുവാണെങ്കിൽ നമുക്ക് 2 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള ഒരു ചെറിയ സ്പേസ് ആണ് കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയിൻ ഡോറിന്റെ ദർശനം വന്നിട്ട് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയിൽ നല്ലൊരു ഡിസൈനിലാണ്. മഹാഗണിയിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ വുഡൻ ഐറ്റംസ് ഒക്കെ വന്നിട്ട് ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ നമുക്ക് അകത്തേക്ക് പോവാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ ഇപ്പോൾ വീടിനകത്തേക്കാണ് കയറിയിരിക്കുന്നത്.
നേരെ വന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ചെറിയ പാസേജ് പോലെ നിങ്ങൾക്ക് കാണാം. അതിന്റെ നേരെ മുകളിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള പാനലിംഗ് വർക്കുകൾ, LED ലൈറ്റ് ഫിറ്റിംഗ്സും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന എൻട്രൻസിന്റെ എന്റെ നേരെ ഫ്രണ്ടിലും റൈറ്റിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഭംഗിയായിട്ടാണ് ആ ഒരു എൻട്രൻസിലെ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ആ കാണുന്ന ഗ്യാപ്പുകളിലൊക്കെ ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്നിട്ട് എന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് ലിവിംഗ് സ്പേസ് കിട്ടുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ വോളിൽ 2 വിൻഡോസും ഇവിടെ 4 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് മോഡൽ വിൻഡോസ് പല മോഡലിലും ഭംഗിയായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പുറത്തേക്കുള്ള പ്രൊജക്ഷൻ ഭാഗങ്ങളൊക്കെ തന്നെ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിലേക്കും വോളിലേക്കും ഒക്കെ നോക്കുവാണെങ്കിൽ റൂഫിൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളും LED ബൾബുകളും സ്ട്രിപ്പുകളും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. വോളിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നല്ലൊരു വർക്ക് നമുക്ക് ഇവിടെ ഒരു വുഡൻ ഷെൽഫ് ഫെസിലിറ്റിയോട് കൂടിയിട്ട് ചെയ്തിട്ട് ഇന്റർണൽ പ്ലാന്റ്സ് ഒക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. TV യൂണിറ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചില ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ പ്ലാന്റ്സ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ പാനലിംഗ് വർക്ക് വരുന്നുണ്ട്. വുഡനും വൈറ്റ് കളർ കോമ്പിനേഷനിലും കൂടെ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത്. TV വെക്കാനുള്ള മെയിൻ ബോർഡ് വന്നിട്ട് വൈറ്റ് കളറാണ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ നോക്കുവാണെങ്കിലും ഷെൽഫ് ഫെസിലിറ്റികളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസ് നമ്മൾ കണ്ടു. നമ്മൾ ഇനി നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിന്റെ ആ ഒരു ഏരിയയിലേക്കാണ്. ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ ഇങ്ങോട്ടേക്കാണ് ഡൈനിങ്ങിലേക്ക് വരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കടന്നു വന്നത്. ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ വിരിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് വുഡനിലും അതുപോലെ തന്നെ അയൺ ബാറുകളൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ കടന്നു വന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും, മെയിൻ ഡോർ അവിടെയായിരുന്നു. ഇവിടെയാണ് ലിവിംഗ് സ്പേസ്. ഡൈനിങ് സ്പേസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ലിവിംഗിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം വുഡൻ പാനലിംഗ് ചെയ്തിട്ട് വൈറ്റ് കളറിലാണ് ഡോറ് മഹാഗണിയിൽ തീർത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് നോക്കുമ്പോൾ വിൻഡോസ് കാണാം. ബാക്കിയുള്ള വിൻഡോസ് നമ്മുടെ റൈറ്റ് സൈഡിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് വാർഡ്രോബ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ട് വലിയൊരു വാർഡ്രോബ് തന്നെയാണ്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. അതുകൂടാതെ നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഡെപ്തിലേക്കാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബാത്റൂമിൽ ഒഴിക്കുന്ന വെള്ളമൊന്നും പുറത്തേക്ക് തെറിച്ചു വരാതിരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഭംഗിയായിട്ടുള്ള ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് ടൈലുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജെറയിലും ജോൺസണിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. നമ്മൾ ഇനി നേരെ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെ ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അതിനു മുമ്പ് നമുക്ക് ഈ സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. സ്റ്റെപ്പിന്റെ താഴെ വരുന്ന ഭാഗങ്ങളൊക്കെ കബോർഡുകളായിട്ട് തിരിച്ചിട്ട് നല്ല ഡിസൈനിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് കിട്ടുന്നത്. അതിന്റെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസും വുഡനും കൂടി ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ ചെറിയ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ വരുന്ന പോർഷൻ ആണെങ്കിലും വുഡൻ ഔട്ട് ഫ്രെയിം കൊടുത്തിട്ട് അതിനകത്ത് ഗ്രാസ് ഒക്കെ വിരിച്ച് ഭംഗിയായിട്ടാണ് ആ ഒരു സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഏരിയ ഭംഗിയാക്കിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പോകുന്നതിന് മുകളിലുള്ള താഴെ കാണുന്ന ഭാഗങ്ങളൊക്കെ നോക്കിക്കോളൂ. അവിടെയും വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 13-11 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. നേരെ കാണുന്ന വോളിലേക്ക് നോക്കുമ്പോൾ 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 വിൻഡോസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം ഒരു വോള് നമ്മൾ കണ്ടു. അതിന് മിഡിലായിട്ട് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അതിന്റെ സൈഡിൽ നിങ്ങൾ നോക്കിക്കോളൂ, റൂഫിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന പാനലിംഗ് വർക്ക് താഴെ എൻഡ് വരെ വന്ന് നിൽക്കുന്നുണ്ട്. അതിനിടയിലൊക്കെ ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകൾ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള റൂഫിന്റെ പോർഷനൊക്കെ നോക്കുവാണെങ്കിലും ഭംഗിയുള്ള ഡിസൈനുകളും അതേപോലെ തന്നെ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. അതിന്റെ കൂടെയും ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി അറ്റാച്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭംഗിയുള്ള ഷോ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടുത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബാത്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം എല്ലായിടത്തും തന്നെ ജെറയിലും ജോൺസണിലും അതുപോലെ തന്നെ ഹിൻഡ് വെയറിലൊക്കെ മാറി മാറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഇവിടുത്തെ ഈ ഒരു വീടിന്റെ ഈച്ച് ആൻഡ് എവറി കോർണർ വെറുതെ വിടാതെ വളരെ ഭംഗിയായിട്ടാണ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ താഴെയൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വുഡൻ കർവ് ഷേപ്പിലുള്ള ഔട്ട്ഫ്രെയിം ഇട്ടിട്ട് അതിനകത്ത് ഗ്രാസ് വിരിച്ചിട്ടുണ്ട്. ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അവിടെയും വുഡൻ ഷെൽഫുകളും പ്ലാന്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് ഹാളിലാണ്. 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് വിൻഡോസ് കാണാം. 3 വിൻഡോസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. വാഷ് ഏരിയ നോക്കിക്കോളൂ, വളരെ ഭംഗിയായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ക്ലാഡിംഗ് സ്റ്റോൺസ് ചെയ്തിട്ട് വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം തന്നെ LED സ്ട്രിപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ CNC കട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് അതിനിടയിലൂടെയൊക്കെ ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. വാഷ് ബേസിൻ നോക്കുവാണെങ്കിൽ ജെറയുടെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്റ്റീൽ ബീഡിങ്ങോട് കൂടിയിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ആ ഒരു വാഷ് ബേസിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് അത് വെച്ചിരിക്കുന്നത്. താഴെയൊക്കെ നോക്കുവാണെങ്കിലും ഷെൽഫുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ടുള്ള പാനലിംഗ് വർക്കുകളാണ് ഓരോ ലെയറുകളിലായിട്ട് ചെയ്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ വുഡൻ ആയിട്ട് അവിടെ ബോക്സ് ഷേപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അവിടെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇവിടെയും നമുക്ക് നല്ലൊരു ഷോ ലൈറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ നേരെ കിച്ചണിലേക്കാണ് വരുന്നത്. കിച്ചണിന്റെ എൻട്രൻസ് നിങ്ങൾ കണ്ടോളൂ, വളരെ ഭംഗിയായിട്ടാണ് ഓപ്പൺ കിച്ചൺ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ ചെറിയ ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ഗ്ലാസ് ഡോർ ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ആയിട്ട് നിറയെ വുഡന്റെ നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഷെൽഫുകളായിട്ട് തിരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലും ആ ചെറിയ കാണുന്ന ഗ്യാപ്പുകളിലൊക്കെ തന്നെ ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു 4 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കളർ മിക്സ് ഉള്ളൊരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാവുന്ന നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല ഡിസൈൻ വരുന്നുണ്ട്. അതുകൂടാതെ LED ബൾബുകളും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. കിച്ചണിന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ടാണെങ്കിൽ വൈറ്റ് കളറുള്ള ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന കബോർഡുകളുടെയൊക്കെ ഏറ്റവും താഴെ നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് ലൈറ്റിന്റെ ഒരു ലെയർ അവിടെ കാണാം. അതിനിടയിലൊക്കെ ഭംഗിയായിട്ട് LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡോറ് കാണാം. അത് തുറന്ന് നേരെ നമ്മൾ പുറത്തേക്ക് വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയയിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വളരെ വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ വർക്ക് ഏരിയയ്ക്കായിട്ട് കിട്ടുന്നത്. ഈ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ കിച്ചൺ സ്ലാബുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പൈപ്പ് കണക്ഷനും സിങ്കും കിട്ടുന്നുണ്ട്. താഴെയെല്ലാം നിറയെ കബോർഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം വോള് സൈഡ് നോക്കുവാണെങ്കിൽ മുകളിലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് പോളികാർബൺ ഷീറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഫ്ലോർ നിങ്ങൾ നോക്കിക്കോളൂ, നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ, അട്രാക്റ്റീവ് ആയ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു സ്റ്റാർട്ടിംഗ് ഒരു ഡോർ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടും ഒരു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാഷ് മെഷീൻ വെക്കാനായിട്ട് ഇവിടെയും കൂടെ നമുക്ക് സൗകര്യം കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൈഡിൽ നിങ്ങൾ ഓൾറെഡി ഹാൻഡ് റെയിൽസ് കണ്ടു. ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഭംഗിയായിട്ട് ഇതുപോലെ ഹാൻഡ് റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ LED സ്ട്രിപ്പുകൾ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. കടന്നു വരുന്ന വഴികളിലൊക്കെ താഴെ ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് നല്ലൊരു ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. അതിലൂടെ നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും ഒക്കെ കടക്കുന്നുണ്ട്. സേഫ് ആയിട്ട് നല്ല ഗ്രില്ല് വെച്ചിട്ടാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ നടന്നു വരുന്ന വഴികളിലൊക്കെ നോക്കിയാൽ കാണാം, നല്ല നല്ല വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഇതുപോലെ കിട്ടുന്നുണ്ട്. ചെറിയൊരു ഹാളാണെന്ന് പറയാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയ കിട്ടുന്നത്. വളരെ വലിയൊരു സ്പേസ് തന്നെയാണ് അപ്പർ ലിവിങ്ങിനായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വോളിൽ നമുക്കൊരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. അതുകൂടാതെ ആ ഭാഗത്തും ഒരു സിംഗിൾ വിൻഡോയും വലിയ 3 വിൻഡോകൾ ആ ഒരു ഭാഗത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസിന്റെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ ഷോക്കേസ് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാം. ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ ഇന്റർണൽ പ്ലാന്റ്സ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ LED ബൾബുകളും കൊടുത്ത് ഭംഗിയായിട്ടാണ് TV വെക്കാനുള്ള ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ഹാള് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ കാണാം, നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഒരു മുകളിലത്തെ ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഓപ്പൺ ഏരിയകളെല്ലാം നോക്കിയാൽ കാണാം, റൂഫിൽ നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് വന്നപ്പോഴുള്ള റൈറ്റ് സൈഡിലെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ടേണിംഗ് നമ്മൾ തിരിഞ്ഞു വന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഒരു രണ്ടാമത്തെ ടേണിംഗ് ഇതൊരു പാസേജ് പോലെയുണ്ട്. ഇത് തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. താഴെ നിന്നുള്ള പില്ലറിന്റെ കണ്ടിന്യൂഷൻ ആണ് മുകളിലേക്കും വരുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിലും GI പൈപ്പ് കൊണ്ട് ഭംഗിയായിട്ടുള്ള ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ പ്രൊജക്ഷൻ വരുന്നുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഓരോ കാണുന്ന ആ ഒരു സ്ക്വയർ ഗ്യാപ്പുകളുടെ അകത്തും ഗ്ലാസ് ഫിറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഭംഗിയുള്ള ഷോലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്ന് റൈറ്റ് സൈഡിലുള്ള ഭാഗങ്ങളെ കണ്ടു കഴിഞ്ഞ് നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. ഇവിടെയായിട്ടാണ് ബാക്കിയുള്ള 2 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13.5 9 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് എല്ലാം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല വലുപ്പത്തിന് വലിയൊരു ബാത്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾക്കിനി ഇവിടെ കാണാനുള്ളത് ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ്. ഈ ഒരു സ്റ്റെയർ കേസ് കയറി വന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 13 11 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ കയറുമ്പോൾ 3 വിൻഡോസും ഓപ്പോസിറ്റ് കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആണ് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും എയർ ഹോൾ കൊടുത്തിട്ടുണ്ട്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. വോളിലെല്ലാം ഗ്ലോസി ആയിട്ടുള്ള ടൈലുകളും ഫ്ലോറിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ടൈലും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. ഫൈനലി നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ആണ് കാണാനുള്ളത്. ഡോറൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെയാണ് ഒരു റൂം പോലെ തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസും ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഒരാൾക്ക് കിടക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ സൈഡിലായിട്ട് നമുക്ക് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതും സേഫ് ആയിട്ട് നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് നിൽക്കാവുന്ന ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ്സും വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഡോർ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ്. ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ്. വെള്ളം ഒന്നും അടിച്ച് കയറാതിരിക്കാനായിട്ട് സൈഡിലെല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിന് വളരെ അടുത്താണ്. വെറും 4.9 കിലോമീറ്റർ മാത്രമാണ് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വരുന്നത്. സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഈസി ആയിട്ട് എത്താം. അവിടെയാണ് കാക്കനാട് കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് നമുക്ക് വെറും 4.8 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ട ഒരാളാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ പോയി നോക്കിയാൽ ഈ ഒരു വീട്ടിൽ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള നമുക്ക് ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ്, സ്കൂൾസ് എല്ലാത്തിനെയും ഡീറ്റെയിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഒന്നുകൂടെ കേട്ട് നോക്കുക. വീടിന് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും കൂടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ 4.4 സെന്റ് സ്ഥലത്താണ് വീട് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 2350 സ്ക്വയർ ഫീറ്റ് വീടിന്റെ മാത്രമാണ്. വർക്ക് ഏരിയക്ക് നമുക്ക് വേറെ എക്സ്ട്രാ സ്പേസ് കൂടി സ്ക്വയർ ഫീറ്റിൽ വരുന്നുണ്ട്. 4 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4.4 സെന്റ് ഓഫ് ലാൻഡിൽ 2350 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. കിണർ വെള്ളം അവൈലബിൾ ആണ്. ഓപ്ഷൻ ആയിട്ട് നമുക്കിവിടെ KWയുടെ വാട്ടർ കൂടി എടുക്കാവുന്നതാണ്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ബസ് റൂട്ട് തൊട്ടടുത്താണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതുപോലൊരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,05,00,000 രൂപയാണ്. 1.05 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ഒരു വീട് ലോൺ ബേസിൽ സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് മാക്സിമം ലോൺ ഞങ്ങൾ തീർച്ചയായിട്ടും എടുത്തു തരുന്നതാണ്. വീട് സ്വന്തമാക്കുന്നത് വരെയുള്ള എല്ലാ പേപ്പർ വർക്സുകൾക്കും കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വീട് ഇഷ്ടമായെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന മാർബിൾ ഹോംസിന്റെ നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.